അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവും ചർച്ച ചെയ്തു പഠിക്കുന്ന ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഖുർആൻ പഠന ക്ലാസ്സിൽ കഴിഞ്ഞ 29 ക്ലാസ്സുകളിലായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയാ 44 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പ്രവാചകന്മാർ എന്നർത്ഥമുള്ള ഈ സൂറത്തിൽ 16 പ്രവാചകന്മാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ആമുഖത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അടിമകളിൽ മിക്ക ആളുകളും ഈ ലോകത്തിനപ്പുറം വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് പ്രവാചകന്മാരെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഈ സൂറത്തിൽ അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടികൾ വരുമ്പോൾ അവർ ഖേദം പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഈ സൂറത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചിരുന്നു. തുടർന്ന് അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാണ് വിജയിക്കുക എന്നും അതിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് പ്രവാചകന്മാരഖിലവും ഈ ലോകത്തോട് പ്രബോധനം ചെയ്തത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നതാണ് 25-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിച്ചു പോയത്. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുകയും ആ ദുഷിച്ച ചിന്താഗതി പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞതിനെ ശക്തമായി എതിർക്കുകയും അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണ് മലക്കുകൾ എന്ന് പഠിപ്പിക്കുകയും മലക്കുകളുടെ വ്യത്യസ്ത വിശേഷണ ഗുണങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ അഥവാ ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു മാത്രമാണ് രക്ഷാകർതൃത്വത്തിന് അവകാശമുള്ളവൻ എന്ന് പറയുന്ന റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. അതായത് ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനെ സംബന്ധിച്ചും ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി തന്നതിനെ കുറിച്ചും രാവും പകലും മാറി മാറി വരുന്ന അവസ്ഥയെ സംവിധാനിച്ചതിനെ കുറിച്ചും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതിനെ കുറിച്ചുമൊക്കെ ഈ സൂറത്തിൻ്റെ 30 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും മുഹമ്മദ് നബി ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരോട് ഒരാൾക്കും ഇവിടെ സ്ഥിരം താമസിക്കാൻ അവസരം കൊടുത്തിട്ടില്ലെന്നും അപ്പോൾ പിന്നെ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ടോ ജീവിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അതിന് ഖുർആൻ മറുപടി നൽകിയതും 34-ാമത്തെ ആയത്തിലൂടെ നാം പഠിക്കുകയും എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, അള്ളാഹു ഖൈറ് തന്നുകൊണ്ടും ഷെറ് തന്നുകൊണ്ടും മനുഷ്യനെ പരീക്ഷിക്കും എന്നുമൊക്കെ തുടർന്നുള്ള ആയത്തിലും നമ്മൾ പഠിക്കുകയുണ്ടായി. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ധൃതി കാണിക്കുന്ന പ്രകൃതമുള്ളവനായിക്കൊണ്ടാണ് എന്നും അതുകൊണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാത്തത് എന്ന ധൃതി പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക എന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കുന്നതുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി.
ഇൻഷാ അല്ലാഹ് ഇനി 45 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്ത് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് മാത്രമാണ് എന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് 45-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഉൻസിറുകും ബിൽ വഹി വലാ യസ്മഉസ് സുമ്മുദ് ദുആ ഇദാ മാ യുൻദറൂൻ. ഇൻഷാ അല്ലാഹ് 2-3 ആയത്തുകൾ സാധാരണ എല്ലാ വ്യാഴാഴ്ചയും ക്ലാസ്സിൽ പരാമർശിക്കുന്നത് പോലെ വിശദീകരിച്ചതിന് ശേഷമാണ് റമദാനുമായി ബന്ധപ്പെട്ട അഹ്ലൻ റമദാൻ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? ഖുൽ, നബിയെ അങ്ങ് പറയണം, ഇന്നമാ ഉൻദിറുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത് ബിൽ വഹി, അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നിങ്ങളോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല. എനിക്ക് തോന്നിയതൊക്കെ ഹറാമ് എന്ന് പറയുക, എനിക്ക് തോന്നിയതൊക്കെ അനുവദിക്കുക എന്ന രീതിയല്ല പ്രവാചകനായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഞാൻ ചെയ്യുന്നത് എന്താണ്? ഖുൽ, നബിയെ അങ്ങ് പറയണം, ഇന്നമാ ഉൻദിറുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീതുകൾ നൽകുന്നത് ബിൽ വഹി, അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വാക്കുകൾ നോക്കുക. ഖുൽ, നബിയെ പറയുക, ഇന്നമാ ഉൻദിറുക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത് ബിൽ വഹി, അള്ളാഹുവിൽ നിന്നുള്ള ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പ്രവാചകനും മതപരമായ കാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടം പറയുകയില്ല. ഭൗതികമായ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചൊക്കെ പറഞ്ഞു പോകും. എന്നാൽ മതപരമായൊരു കാര്യം പറയണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം വഹി കിട്ടുമ്പോഴല്ലാതെ അവർ പറയുകയില്ല. എത്രയോ ഉദാഹരണങ്ങൾ അതിന് പിന്നിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. കാരണം സ്വന്തം ഇഷ്ടമനുസരിച്ച് പറയാവുന്ന ഒരു കാര്യമല്ല, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വഹി കിട്ടിയിട്ടില്ല. റബ്ബിന് ഏറെ ഇഷ്ടമുള്ള സ്ഥലമേത് എന്ന് ചോദിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി എന്താണ്? ലാ അദിരി, അതെനിക്കറിയില്ല. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? വഖാല ജിബ്രീലു ലാ അദിരി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് പറയാണ്, എനിക്കറിയില്ല. അള്ളാഹു തരുന്നത് എത്തിക്കുക എന്നല്ലാതെ ഉണ്ടാക്കി പറയാൻ എന്നെ കൊണ്ടും പറ്റൂല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് പറയുകയാണ്. പിന്നീടതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരികയാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാകുന്നു, അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളാകുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുമ്പൊരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് ഒരാൾ ചോദിച്ചിരുന്നില്ലേ, ആ ആളെവിടെ? ആ റസൂലെ, ഞാനാണത്. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പള്ളികളാണ്, മസ്ജിദുകളാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈ സംഭവം വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായ കാര്യങ്ങളിൽ വഹി കിട്ടാതെ ഒന്നും പറയില്ല എന്നതിനുള്ള തെളിവാണ് ഇത്. എങ്ങനെ? വഹി കിട്ടാതെ, അള്ളാഹു ബോധനം നൽകാതെ, എന്ത് ജനങ്ങളോട് പറയണം എന്ന് പ്രത്യേകം പഠിപ്പിക്കാതെ തൻ്റെ വകയായി ഒരു കാര്യത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയില്ല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ സംഭവം.
വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൻ നജ്മ് നമുക്കറിയുന്ന സൂറത്താണ് അല്ലേ? സൂറത്തുൻ നജ്മിലെ തുടക്കത്തിൽ തന്നെ 3-4 ആയത്തുകളിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വമാ യൻതിഖു അനിൽ ഹവാ, ആ പ്രവാചകൻ അഭീഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല, സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉരിയാടുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു വഹി നൽകുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹി കിട്ടുമ്പോൾ ആ വഹി ജനങ്ങളെ പഠിപ്പിക്കുക എന്നല്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ദീനിൽ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ഭൗതിക വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അഭിപ്രായം അങ്ങ് പറഞ്ഞു പോകും. അത് ചിലപ്പോൾ തെറ്റും ചെയ്യും. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തെറ്റാത്തത് എന്തുകൊണ്ടാണ്? വഹി കിട്ടുമ്പോൾ മാത്രമേ പറയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഈത്തപ്പഴം നന്നായി കായ്ക്കാൻ വേണ്ടി പരാഗണം ചെയ്യുന്നത് കണ്ടു. പൂമ്പൊടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറ്റി പ്രത്യേകം ഈത്തപ്പഴം കായ്ക്കാൻ വേണ്ടിയുള്ള പരാഗണം നടത്തുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അള്ളാഹു നമുക്ക് വിധിച്ചത് കിട്ടൂലേ? പ്രവാചകൻ ഭൗതികമായൊരു വിഷയത്തിൽ ഭൗതികമായൊരു അഭിപ്രായം പറഞ്ഞതാണ്. അടുത്ത വർഷം ഈത്തപ്പഴം തീരെ കായ്ക്കാതെ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സ്വഹാബികൾ വന്നു, റസൂലേ, ഇത്തവണ നമുക്ക് ഈത്തപ്പഴം തീരെ ഉണ്ടായിട്ടില്ല, എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാധാരണ ആൺപൂമ്പൊടി എടുത്തിട്ട് പെൺപൂവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇടണം, അപ്പോഴേ ഈത്തപ്പഴം കായ്ക്കുള്ളൂ. നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തില്ല, ഇത്തവണ ഈത്തപ്പഴം ഉണ്ടായതുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻതും അഅലമു ബിദുനിയാക്കും, നിങ്ങളെ ദുനിയാവിനെ കുറിച്ചല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെയാണ് നല്ല അറിവുള്ളത്. ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്നെക്കാളും അറിവ് നിങ്ങൾക്ക് തന്നെയാണ്, അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദീനിൻ്റെ കാര്യം അവിടുന്ന് മതം പഠിപ്പിക്കുന്നതല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ നമ്മൾ ആയത്ത്? ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 45-ാം വചനാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. എന്താ അല്ലാഹ് പറയണത്? കുൽ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്ക്, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹയ്, ഞാൻ വഹി അനുസരിച്ച് മാത്രമേ താക്കീതുകൾ നൽകുകയുള്ളൂ, ദീനു പറയുകയുള്ളൂ. നിങ്ങൾ ഹറാമ് ചെയ്യരുത്, അള്ളാനെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, കൃത്യമായി നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് അനുഷ്ഠിക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹയ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങളോട് ഞാൻ അത് പറയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. ഇനി മാത്രമല്ല, എന്തെങ്കിലും ഒന്ന് അല്ലാഹ് പഠിപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയാലോ അള്ളാഹു പ്രവാചകനെ പിടികൂടുന്നാ പറഞ്ഞത്. എങ്ങനെ? വഹി കിട്ടാതെ എന്തെങ്കിലും മതപരമായ കാര്യങ്ങളിൽ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ ഗുരു അഷറഫുൽ ബഷർ സയ്യിദുന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല വാചകവും പറഞ്ഞു പോയാൽ അള്ളാഹു പ്രവാചകനെ പിടികൂടും. അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഹാഖയിലെ 44 മുതൽ 46 വരെയുള്ള ആയത്തുകൾ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താ. ഏതാ? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹു അൽ വതീൻ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ആ പ്രവാചകനെങ്ങാനും എൻ്റെ മേൽ ഞാൻ പറയാതെ, ഞാൻ വഹി കൊടുക്കാതെ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാതെ വല്ല വാക്കും പറഞ്ഞു പോയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, എൻ്റെ വലതുകൊണ്ട് ഞാൻ അവനെ പിടികൂടും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അവൻ്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. അവൻ്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും എൻ്റെ പേരിൽ ഞാൻ വഹി കൊടുക്കാതെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് അല്ലാഹ് പറഞ്ഞ വിഷയം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ മുൻപ് നമ്മൾ വിശദീകരിച്ച ആയത്തുകൾ മനസ്സിലേക്ക് വരണം. തൊട്ടു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹരുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾക്ക് അതിൻ്റെ അപകടം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവരതിൽ നിന്ന് മാറാതെ
തിന്മകളിൽ മുഴുകിയപ്പോൾ നിങ്ങൾക്ക് ശിക്ഷ വരും ശിക്ഷ വരും ശിക്ഷ വരും എന്ന് റസൂലുള്ള ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എന്നാ ശിക്ഷ ഒന്ന് കാണട്ടെ എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, അവർ ധൃതി കൂട്ടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്ക്, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല, അല്ല പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞളാ. മനസ്സിലാണ്ടോ സന്ദർഭം? അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അനുയായികൾ, അനുചരന്മാർ, അത് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചു, അല്ലാത്തവർ പറഞ്ഞു എന്നാ ആ ശിക്ഷ ഒന്ന് കാണട്ടെ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി അല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് പറയേ ഇതൊന്നും എൻ്റെ വക പറയല്ല, അല്ല തന്ന വഹിയാട്ടോ. എന്നിട്ട് അള്ളാഹു തന്നെ പറയാണ്, എന്ത് വഹിയായിട്ടെന്താ, ചില ആളുകൾക്ക് ഇത് ചെവിയിലേക്ക് കയറൂല. അടുത്ത വാചകം അതാണ്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത്? വലാ യസ്മഉ സുമ്മു ദുആ, ബദിരൻ വിളി കേൾക്കുകയില്ല. കേൾവി ശക്തിയില്ലാത്തവന് എന്തു പറഞ്ഞാലും ചെവിയിലേക്ക് കയറൂല. എന്താ സുഹൃത്തുക്കളെ, വല്ലാത്തൊരു പ്രയോഗമല്ലേ അത്. പടച്ചോൻ കൊടുത്ത വഹിയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടും ചില ആളുകളുടെ ഹൃദയത്തിലേക്ക് തട്ടൂല, അവരെ ചെവിയിൽ കയറൂല. കഅല്ലം യസ്മഉഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറ. ഒരു സ്ഥലത്ത് അങ്ങനെയല്ല പറഞ്ഞത്, ഒന്നും കേൾക്കാത്ത പോലെ ചെവിയിൽ വല്ല അടപ്പും വെച്ച് മൂടി വെച്ച പോലെയാണ് ചില ആളുകൾ, എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല. റബ്ബ് പറയാണ് വലാ യസ്മഉ, കേൾക്കുകയില്ല, അസുമ്മു, സുമ്മു എന്ന് പറഞ്ഞാൽ ബദിരൻ, കേൾവി ശക്തിയില്ലാത്തവൻ. ബുക്മു എന്ന് പറഞ്ഞാൽ മൂകൻ, സംസാരിക്കാൻ കഴിയാത്തവൻ. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ അന്ധൻ, കാഴ്ചയില്ലാത്തവൻ. സുമ്മ്, ബുക്കുമ്, ഉമ്മിയ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ് വലാ യസ്മഉ സുമ്മ, വലാ യസ്മഉ സുമ്മ, ബദിരൻ കേൾക്കുകയില്ല കേട്ടോ, അദ്ദുആ, വിളി കേൾക്കുകയില്ല. എത്ര ദഅവത്ത് നടത്തിയാലും ബദിരന്മാർക്ക് അത് കേൾക്കൂലല്ലോ എന്ന പോലത്തെ കുറെ ബദിരന്മാരുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇദാ മാ യുൻദറൂൻ, താക്കീതുകൾ ചെയ്യുന്ന സമയത്ത് കേൾക്കാത്ത ബദിരന്മാരെയാണ് ഉദ്ദേശിച്ചത്. വേറെന്തെങ്കിലും പറഞ്ഞാൽ അവർ കേൾക്കും, പക്ഷേ താക്കീതുകൾ പറഞ്ഞാൽ കേൾക്കാത്ത കുറെ ബദിരന്മാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തി രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ദുരന്തമാണത്. ആര് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എന്ന് തോന്നുക, ഇന്നെ എന്ത് ഉപദേശിച്ചാലും അതൊന്നും കേൾക്കണ്ട എന്ന് പറയുക, എൻ്റെ ചെവിയിലേക്ക് അതൊന്നും കേൾക്കൂല എന്ന തോന്നലുണ്ടാകുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ചെയ്തതൊക്കെ മുമ്പ് ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ വസ്ത്രം കൊണ്ട് മുഖം മൂടി, വിരലുകൾ ചെവിയിൽ വെച്ച് അഹങ്കരിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ ഈ 45-ാമത്തെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹി അനുസരിച്ചല്ലാതെ ഒന്നും മതകാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ ആ പ്രവാചകനെ പിടികൂടുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വലാ യസ്മഉ സുമ്മു ദുആ, ബദിരൻ കേൾക്കുകയില്ല. ഇദാ മാ യുൻദറൂൻ, താക്കീതുകൾ നൽകപ്പെടുമ്പോൾ. വാക്കുകളൊന്നുകൂടി ശ്രദ്ധിക്കുക. കുൽ നബിയേ പറയുക, ഇന്നമാ ഉൻസിറുക്കും ബിൽ വഹ്യ്, ഞാൻ വഹി അനുസരിച്ചു മാത്രമാണ് നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. വലാ യസ്മഉ സുമ്മു ദുആ, ബദിരൻ വിളി കേൾക്കുകയില്ല. ഇദാ മാ യുൻദറൂൻ, അവർക്ക് താക്കീത് നൽകപ്പെടുമ്പോൾ ഈ ബദിരന്മാരുണ്ടല്ലോ, അവര് ചെവി കേൾക്കുകയില്ല, അവർ ഇതൊന്നും, ഈ വിളിയൊന്നും ഉൾക്കൊള്ളുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നാൽ ഇതേ ബദിരന്മാർ അള്ളാന്റെ ശിക്ഷ അടുത്തുകൂടിയാണ് പോയാലോ, വേണ്ടിന്നില്ലാന്ന് ചിന്തിക്കുകയും ചെയ്യും. അപ്പം എങ്ങനെ അത് കേട്ടത്? അതാണ്, താക്കീതുകൾ കേൾക്കൂല, കേൾക്കാതിരിക്കുമ്പോൾ വരുന്ന ശിക്ഷ അടുത്തുകൂടി പോകുമ്പോഴേക്ക് അവർ ഖേദം പ്രകടിപ്പിക്കും. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്ത ആയത്ത് നോക്കുക. വലഇം മസ്സതുഹുമുൻ നഫ്ഹതും മിൻ അദാബി റബ്ബിക് ലയഖൂലുന്ന യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ.
അല്ല പറയാണ് വല ഇൻ മസ്സത്തുഹും, അവരെയെങ്ങാനും പിടികൂടിയാൽ, അവരെയെങ്ങാനും ബാധിച്ചാൽ, നഫ്ഹത്തും മിൻ അദാബി റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു നേരിയ കാറ്റ്. നഫ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഊതുമ്പുണ്ടാകുന്ന കാറ്റിനാണ് പറയുക. എന്താ പറയുക? ഊതുമ്പുണ്ടാകുന്ന ചെറിയ കാറ്റിനാണ് പറയുക. ഒരു നേരിയ ഇളം കാറ്റ് അവരെ ശിക്ഷയിൽ നിന്നൊന്നിങ്ങനെ അടുത്തു കൂടിയാണ് പോയാൽ, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ. പക്ഷെ ആ ഖേദപ്രകടനം കൊണ്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല സഹോദരങ്ങളെ. കുറച്ച് മുമ്പ് നമ്മൾ വിശദീകരിച്ച ആയത്തുകളിൽ, തൊട്ട് മുമ്പുള്ള ഏതാനും ആയത്തുകളിൽ അവർ പറഞ്ഞ വാചകമായി അല്ല പഠിപ്പിച്ചത്, ശിക്ഷയൊന്ന് ഇറക്ക്, ഒന്ന് കാണിച്ചു തരണം, ഞങ്ങളൊന്ന് കാണട്ടെ. സുഹൃത്തുക്കളെ, ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 5ലധികം പ്രവാചകന്മാർ ഇതേ വാക്ക് കേൾക്കേണ്ടി വന്നവരാണ്. പ്രവാചകന്മാരൊക്കെ അവരുടെ ജനതയിൽ നിന്ന് കേട്ടതാണ്, ശിക്ഷ ഇറക്കടാ, ഒന്ന് കാണട്ടെ. ശിക്ഷ ഇറങ്ങിയപ്പോഴോ അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പുള്ള ആയത്തിൽ വഹി അനുസരിച്ച് മാത്രമാണ് റസൂലുള്ള കാര്യം പറയുന്നതെന്നും ഇതൊന്നും ബദിരന്മാർ കേൾക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ പറയാണ് വല ഇമ്മസ്സത്തുഹും, അവരെയെങ്ങാനും പിടികൂടിയാൽ, അവരെയെങ്ങാനും ബാധിച്ചാൽ, നഫ്ഹത്തുൻ, നേരിയ കാറ്റ്, മിൻ അദാബി റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു നേരിയ കാറ്റ് അടുത്തുകൂടി അങ്ങോട്ട് പോകുമ്പോഴേക്ക്, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും. ലാമ് പിന്നെ തൗക്കീദിന്റെ നൂന്, തുടക്കത്തിലൊരു ലാന്നുണ്ട്, അവസാനം ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയുക തന്നെ ചെയ്യും. ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമിയായി പോയല്ലോ. ഈ ഖേദപ്രകടനാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തൂല, എന്നിട്ട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഖേദം പ്രകടിപ്പിക്കും. ഈ വിഷയം ഇതേ സൂറത്തിലെ 14-ാം ആയത്ത് വിശദീകരിച്ചപ്പോൾ വിശദമായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ അടുത്ത വിഷയങ്ങളിലേക്ക് പോകുകയാണ്. ഒരു അടിമ മരണ സമയത്ത് ഖേദിക്കുന്ന ഖേദപ്രകടനം, മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് ഖേദിക്കുന്ന ഖേദപ്രകടനം, അന്ത്യനാളിൽ ചെന്ന് നിൽക്കുമ്പോൾ നടത്തുന്ന ഖേദപ്രകടനം, രേഖ കയ്യിൽ കിട്ടുമ്പോൾ നടത്തുന്ന ഖേദപ്രകടനം, വിചാരണയ്ക്ക് വേണ്ടി വിധേയനാകുമ്പോൾ നടത്തുന്ന ഖേദപ്രകടനം, നരകം മുഖാമുഖം കാണുമ്പോൾ നടത്തുന്ന ഖേദപ്രകടനം, ഏറ്റവും ഒടുവിൽ നരകത്തിൽ കിടന്നുകൊണ്ടും അവൻ മുറവിളി കൂട്ടിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളൊന്ന് പുറത്ത് കിടക്കണേ, റബ്ബന അഖ്രിജ്ന എന്ന് പറഞ്ഞ് നടത്തുന്ന ഖേദപ്രകടനം ആ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുമ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ട് ആ ശിക്ഷ വരുന്നതിന് മുമ്പ് കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് എനിക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമാനി മൗലവി റഹ്മഹുല്ല ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 45-ാം ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന താക്കീതും മുന്നറിയിപ്പുമെല്ലാം എൻ്റെ വകയല്ല, അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ട് മാത്രമാണ് എന്ന് അവിശ്വാസികളോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ അല്ല, ആ ആയത്തിൻ്റെ ബാക്കി ഭാഗമായി പറഞ്ഞു, എന്നാൽ ദൈവിക ശിക്ഷയിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കേട്ടാലും ഈ ബദിരന്മാരുണ്ടോ അത് കേൾക്കുകയും അതിലേക്ക് ചെവി കൊടുക്കുകയും ചെയ്യുന്നു. 46-ാം ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി റഹ്മത്തുള്ള പറയുകയാണ്, ദൈവിക ശിക്ഷയിൽ നിന്ന് ഒരു നേരിയ സ്പർശനമെങ്കിലും അനുഭവപ്പെടുമ്പോഴേക്കും അവരുടെ കണ്ണു തുറക്കും, അപ്പോൾ അവർക്ക് ബോധം വരും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മരണസമയത്ത് തന്നെ താൻ ചെയ്തു പോയത് തെറ്റായിപ്പോയി എന്ന് അവന് മനസ്സിലാവുകയും അവൻ്റെ കണ്ണ് അന്നിങ്ങനെ മൂർച്ച കൂടിയിട്ട് പലതും അവൻ തിരിച്ചറിയുകയും ചെയ്യും. ആ സമയത്ത് അള്ളാഹു പറയും എത്രേ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്, നീ ഇതിലൊക്കെ അശ്രദ്ധയിലായിരുന്നു, ഇന്ന് നിന്റെ കണ്ണിൽ നിന്ന് മൂടി മാറ്റുകയാണ്, ഇന്ന് നിന്റെ കണ്ണിന് കാഴ്ച കൂടുകയാണ്, കാണാൻ പറ്റാത്ത പലതും ഇന്ന് നീ കാണുകയാണ്. ആ രംഗം ഭയാനകമാണ്, ഭീകരമാണ്. അള്ളാഹു ആ സമയത്തൊക്കെ മലക്കുകളുടെ ആശീർവാദങ്ങൾ കേട്ടിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ ഒരു ഖേദപ്രകടനം നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് സാന്ദർഭികമായി
ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുസ്ലമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. വനളഉ നാം സ്ഥാപിക്കും അൽ മവാസീന മീസാനുകൾ അൽ ഖിസ്ത നീതിപൂർണമായ ലിയൗമിൽ ഖിയാമ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർവകമായ ഒരു ത്രാസ് തുലാസുകൾ മീസാനുകൾ ഞാൻ സ്ഥാപിക്കും. സുഹൃത്തുക്കൾ, അതിൻ്റെ രൂപം എന്താണ്? അത് എവിടെയാ വെക്കുക? എന്തായിരിക്കും അതിൻ്റെ അളവുകോല്? അല്ലാഹു ആലം. പക്ഷെ വിശ്വസിക്കൽ നിർബന്ധാണ്. നമ്മുടെ അമലുകളെ തൂക്കി നോക്കുന്ന, നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടി നമ്മെ തന്നെ ബോധ്യപ്പെടുത്താൻ മീസാനിന്റെ രണ്ടു തട്ടിലും അമലുകൾ വെച്ച് വെക്കുന്ന വല്ലാത്തൊരു രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഖുർആൻ പറയാണ് വനളഉ നാം വെക്കും. വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു. അതിന്റെ വിപരീതം എന്താ? അഖദാന. വളഅ വെച്ചു, അഖദ എടുത്തു. വനളഉ ഞാൻ വെക്കും, ഞാൻ സ്ഥാപിക്കും അൽ മവാസീന മീസാനുകൾ അൽ ഖിസ്ത് നീതിപൂർവകമായ നീതിയുടെ ത്രാസുകൾ ഞാൻ വെക്കും, ഞാൻ സ്ഥാപിക്കും. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ തുലാസ് എന്ന് പറഞ്ഞാൽ ഒരു തരിമ്പും അനീതിയില്ലാത്ത തുലാസാണ്. നമ്മൾ എന്ത് ചെയ്തതാണോ അതിന് കൃത്യമായി തരുന്ന തുലാസ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരേ ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന രണ്ടു പേർക്കിടയിൽ, അവരുടെ നമസ്കാരങ്ങൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസമുണ്ടാകാം. എങ്ങനെ? സലഫുകൾ പറയുകയാണ്, രണ്ടാളുകൾ ഒരേ ഇമാമിന്റെ കീഴിൽ നമസ്കരിച്ചിട്ട് രണ്ടുപേരുടെയും നമസ്കാരങ്ങൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസം വന്നേക്കാം. കാരണം ഒരുത്തൻ നിസ്കരിക്കുന്നത് എന്തൊക്കെയോ ഓർത്താണ്, വേറൊരാൾ നിസ്കരിക്കുന്നത് പടച്ചോന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചും ചൊല്ലുന്ന ദിക്റുകളുടെയും ദുആഇന്റെയും അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്നും തുമഇനീനത്തോടെ ഖുശൂഓടെയാണ്. മൂന്നാമതൊരാൾ അപ്പുറത്തിരുന്ന് ഇങ്ങനെ നിസ്കാരം കാണുകയാണെങ്കിൽ ഈ രണ്ടുപേരുടെയും നിസ്കാരം കാണുന്ന ആൾക്ക് ഒരേപോലെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ മീസാനിൽ ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസം. കാരണം അവൻ്റെ മീസാൻ വനളഉൽ മവാസീനൽ ഖിസ്ത് നീതിയുടെ തുലാസാണ് അള്ളാഹ് സ്ഥാപിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ആ മീസാനിലേക്കുള്ളതാണ് എന്നുള്ള ബോധം മുഅ്മിനീങ്ങളെ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. വാക്ക് നോക്കുക, വനളഉ ഞാൻ സ്ഥാപിക്കുന്നതാണ് അൽ മവാസീനൽ ഖിസ്ത് നീതിപൂർണമായ തുലാസുകൾ ലിയൗമിൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഫലാ തുസ്ലമു നഫ്സുൻ ശൈആ അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഒരു തരിമ്പും അള്ളാഹു അനീതി കാണിക്കൂല. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണു അളവ് നന്മ ചെയ്തവന് അതിൻ്റെ കൂലി കിട്ടും, അണു അളവ് തിന്മ ചെയ്തവന് അതിൻ്റെ ശിക്ഷയും കിട്ടും. അതിൻ്റെ ദുരന്തം അവൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം ഫലാ തുസ്ലമു നഫ്സുൻ ശൈആ ഒട്ടും അനീതി കാണിക്കാത്തൊരു മീസാൻ, ഒരു തരിമ്പ് പോലും അനീതിയില്ലാത്ത ഒരു തുലാസ്. അതാണ് സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന തുലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ തുടർന്ന് പറയാണ്, വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഒരു കടുകുമണി ധാന്യത്തെക്കാൾ ചെറുതാണെങ്കിലും അതൈനാ ബിഹാ നാം അത് ഹാജരാക്കുന്നതാണ്. ഒരു ചെറുത് നീ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കൂലി നിനക്ക് തരാൻ അതിനെ ഞാൻ കൊണ്ടുവരും. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്നറിയോ? പണ്ഡിതന്മാർ പറയാണ്, ഒരാളിങ്ങനെ നടന്നു പോകുകയാണ്, അപ്പോൾ മുന്നിലൊരു കല്ലുണ്ട്. ആ കല്ല് ഇനി പിന്നിൽ വരുന്ന ആളുടെ കാല് തട്ടിയിട്ട് മുറിവാകരുത് എന്നുള്ള ആഗ്രഹത്തോടെ, നല്ല ഉദ്ദേശത്തോടെ ആള് കുനിഞ്ഞു നിന്ന് ആ കല്ലെടുത്ത് പുറത്തേക്ക് എറിയതിന് പകരം വെറുതെ നടന്നു പോകുന്നതിനിടയിൽ കാലുകൊണ്ടൊന്ന് സൈഡിക്കണ തട്ടി, അതിൻ്റെ കൂലി പടച്ചോൻ കൊടുക്കും. നീയത്തുണ്ടെങ്കിൽ
പ്രതിഫലേച്ഛയുണ്ടെങ്കിൽ അള്ളാഹു ആ ഒരു പ്രവൃത്തിക്ക് അവന് കൂലി കൊടുക്കും. എന്തേ ചെയ്തിട്ടുള്ളൂ? ഇങ്ങനെ നടന്നു പോണതിൻ്റെ കൂട്ടത്തിൽ സൈഡിക്കൊന്ന് തട്ടിയിട്ടേ ഉള്ളൂ, പക്ഷെ അള്ളാഹു കൂലി കൊടുക്കും. ലുഖ്മാൻ അലൈഹിസ്സലാം മോനെ വിളിച്ച് പറഞ്ഞത് എന്താ? യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. 31-ാം അധ്യായം 16-ാം വചനമാണ്. മോനെ, കടുകുമണി ധാന്യത്തെക്കാൾ ചെറുതാണെന്ന് നിനക്ക് തോന്നിയാലും, പർവ്വതത്തിനുള്ളിലാണെങ്കിലും ആകാശഭൂമികൾക്ക് എവിടെയാണെങ്കിലും അള്ളാഹു അതിങ്ങനെ കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹു നയജ്ഞനും സർവജ്ഞനുമാണ്, സൂക്ഷ്മജ്ഞാനിയും നിഗൂഢജ്ഞാനിയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നന്മയാണെങ്കിലും അള്ളാഹു കൊണ്ടുവരും, തിന്മയാണെങ്കിലും അള്ളാഹു കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ മീസാനിൽ കാണുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിനൊന്നും അള്ളാഹ്ക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. കണക്ക് കൂട്ടാൻ റബ്ബിനാരെയും വേണ്ട. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? വകഫാ ബിനാ ഹാസിബീൻ, വകഫാ ബിനാ ഹാസിബീൻ. കണക്ക് നോക്കാൻ ഞാൻ തന്നെ മതി കേട്ടോ. ഒരു ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു ഇല പൊഴിയുന്നുണ്ടെങ്കിൽ അതറിയുന്നവനാണ് മലിക്കുൽ ജബ്ബാറായ നമ്മുടെ രക്ഷിതാവായ അള്ളാഹു. അവനറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. സുഹൃത്തുക്കളെ, നാം ഒരു പിടി മണൽ വാരിയിട്ട് ആ മണലിൽ, ആ ഒരു പിടിയിൽ എത്ര മണൽത്തരിയുണ്ടെന്നറിയുന്നവനാണ് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ബീജഗണത്തിൽ നിന്ന് ഈ കാണുന്ന കോലത്തിലേക്ക് നമ്മെ വളർത്തിയെടുത്ത നമ്മുടെ റബ്ബ്. അവൻ നമ്മളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢജ്ഞാനിയാണ് എന്ന ബോധം സദാസമയവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ആ മീസാനിൽ ഇങ്ങനെ നന്മകൾ ഇങ്ങനെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കൾ, എന്ത് ചെയ്താലും മീസാനിലേക്ക് പോകുന്നതാണ്. സൂറത്തുൻ നിസായിൽ 40-ാം വചനത്തിൽ, 4-ാം അധ്യായം 40-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. ഒരു അണു അളവ് പോലും അള്ളാഹു തൻ്റെ അടിമകളോട് അനീതി കാണിക്കുകയില്ല. എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ? ദർറത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? ഇരുട്ടുള്ള സ്ഥലത്ത് നല്ലൊരു ടോർച്ച് ഇങ്ങനെ അടിച്ചാൽ അവിടെ മാത്രം കുറേ പൊടി ഇങ്ങനെ കാണും, ഒരു ധൂളിയായിട്ട് ഇങ്ങനെ കാണും. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഇളക്കിയാൽ അവിടെ ഇങ്ങനെ പോകും. എന്നാൽ ടോർച്ച് അവിടെ നിന്ന് മാറ്റിയാലോ നമ്മൾ കാണൂല. പണ്ട് ഓട് വീടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓടുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഓടിന് ദ്വാരം ഉണ്ടെങ്കിൽ അവിടുന്ന് മാത്രം ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവിടെ മാത്രം കുറച്ച് പൊടി ഇങ്ങനെ കാണും. അതിനാണ് ദർറത്ത് എന്ന് പറയുക. അത്ര പോലും നമ്മോട് അനീതി കാണിക്കാത്ത നീതിമാനായ റബ്ബ് അല്ലാഹ് പറയാണ്, വഇൻ തകു ഹസന യുളാഇഫ്ഹാ വയുതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. 4-ാം അധ്യായം 40-ാം വചനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് സൽസലയിലെ 7-8 വചനങ്ങൾ. നമ്മൾ എന്ത് ചെയ്താലും അത് അല്ലാഹു നമുക്ക് തരിക തന്നെ ചെയ്യും എന്നർത്ഥം. അതുകൊണ്ട് ഒരു നന്മയും നിസാരല്ല, ഒരു തിന്മയും നിസാരല്ല. ഒരു നന്മനി നിസാരാക്കണ്ട. ലാ യഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ. നന്മയിൽ യാതൊന്നിനെയും നിങ്ങൾ നിസാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുൽഖ്. തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്നിങ്ങനെ ചിരിച്ചു കൊടുക്കുന്നതും നിങ്ങൾ നിസാരായി കാണണ്ട, അതിനുണ്ട് കൂലി. പുഞ്ചിരിക്കുന്നതിന് കൂലി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹക്കിറാത്തി ദുനൂബ്. പാപങ്ങളിൽ നിസാരം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. പാപങ്ങളിൽ നിസാരമെന്ന് തോന്നുന്നവയെ ചെറുതല്ലേ എന്ന് ചിന്തിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഫഇന്നമാ മസലുൽ മുഹക്കിറാത്തി ദുനൂബി കഖൗമിൻ നസലു ബത്ന വാദിൻ. അതിൻ്റെ ഉദാഹരണം, ഒരു സംഘം ആളുകൾ ഒരു സ്ഥലത്തിറങ്ങി, പാകം ചെയ്ത ഭക്ഷണമൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ പാകം ചെയ്തത് ബാക്കിയില്ല, പാകം ചെയ്യാൻ വിറകുമില്ല. അപ്പോൾ അവരിലെ അമീർ പറഞ്ഞു, എല്ലാവരും കിട്ടിയതൊക്കെ ഒന്ന് കത്തിക്കാൻ കൊണ്ടുവരിന്ന് പറഞ്ഞു. കിട്ടിയൊരു കത്തിക്കാൻ പറ്റണ എല്ലാം കൊണ്ടുവന്നു. ചിലർ പേപ്പർ, ചിലർ വിറക്, ചിലർ ഉണങ്ങിയ കാഷ്ടം കൊണ്ടുവന്നു എന്നാ ഹദീസ്. കിട്ടിയതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് കത്തിച്ചു ഭക്ഷണം പാകം ചെയ്തപ്പോൾ ഭക്ഷണമൊക്കെ റെഡി, വിറക് ബാക്കി. കൊണ്ടുവന്നത് ഓരോന്നാണെങ്കിലും എല്ലാം കൂടിയപ്പോൾ കുറേ ആയി.
അത് പറഞ്ഞിട്ട് റസൂലുള്ള പറയണേ, നിങ്ങൾ കണ്ടത് ഒരു തെറ്റ്, കേട്ടത് വേറൊരു തെറ്റ്, പറഞ്ഞത് ഒരു ഗീബത്ത്, പിന്നെ സാമ്പത്തികമായി ചെറിയൊരു അനീതി, ഒരു അനിഷ്ടം, ഇങ്ങനെ എല്ലാം കൂടി കൂടുമ്പോൾ നരകത്ത് നിങ്ങളാണ് കൊണ്ടുപോകും. ചെറുത് നിങ്ങൾക്ക് തോന്നുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒക്കെ മീസാനിക്ക് ഇങ്ങനെ പോവുകയാണ്. ചെറുത് 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 പോയിട്ട് അവസാനം നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ നന്മയുടെ ഭാഗത്ത് ഖനം തൂങ്ങുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 8-9 വചനങ്ങളിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം മീസാൻ ഉണ്ട് എന്നത് സത്യമാണ്. ഫമൻ സഖുലത്ത് മവാസീനുഹു, ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങുന്നുവോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ തന്നെയാകുന്നു വിജയികൾ. വമൻ ഖഫത്ത് മവാസീനുഹു, ആരുടെയെങ്കിലും നന്മയുടെ ഭാഗം കനം കുറഞ്ഞു പോയോ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവർ ആത്മനഷ്ടം സംഭവിച്ചവരാണ്. ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ, നമ്മുടെ ആയത്തുകളിൽ അക്രമം കാണിച്ചതുകൊണ്ട് അവർ ആത്മനഷ്ടം സംഭവിച്ചവരാണ്. സൂറത്തുൽ ഖാരിഅ നമുക്കറിയാവും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, ആരുടെ നന്മയുടെ ഭാഗം കനം തൂങ്ങുന്നുവോ അവൻ സന്തോഷകരമായ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലാണ്. ആരുടെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞു പോയോ അവൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഹാവിയത്തിലാണ്. വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്നറിയോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാണ്, എരിയുന്ന തീയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 102, 103 ആയത്തുകളിൽ അല്ലാഹ് പറഞ്ഞു, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. ഞാൻ അർത്ഥമൊന്നും വിശദീകരിക്കേണ്ട, അതുമായി ബന്ധപ്പെട്ട അതേ ഒരേ ആശയം വരുന്ന കുറേ ആയത്തുകളിൽ ചില ആയത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സുഹൃത്തുക്കൾ, ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, മീസാനുക്ക് നമ്മളെടുത്ത് അമലുണ്ടോ എന്ന് നോക്കുക. ഏതായിരുന്നാലും എന്ത് ചെയ്താലും അത് മീസാനിലേക്ക് വരും, സംശയമൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന എല്ലാം മീസാനിലേക്ക് വരും. ഞാൻ ഈ പറഞ്ഞതും നമ്മളിവിടെ വന്നിരുന്നതും നമ്മൾ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചതും ആയത്ത് വന്നപ്പോൾ അറിയണ ആയത്തെത്തിയപ്പോൾ നമ്മളിങ്ങനെ ഓതിയതും മീസാനിൻ്റെ നന്മയുടെ ഭാഗത്ത് വരും. അള്ളാഹു ആ സന്തോഷത്തിന് നമുക്ക് അവസരം നൽകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ട തെറ്റ്, ചെയ്ത തെറ്റ്, പറഞ്ഞ തെറ്റ്, വൃത്തികേടുകൾ, തിന്മകൾ, ഉമ്മാനോടൊന്ന് ദേഷ്യപ്പെട്ടത്, അൽപ്പക്കക്കാരോടൊന്ന് മുഷിപ്പ് കാണിച്ചത്, ഭാര്യനോട് ഒന്ന് അനീതിയായി പെരുമാറിയത്, ഭർത്താവിനോടൊരു അനുസരണക്കേട് കാണിച്ചത്, ഒക്കെ തിന്മയുടെ ഭാഗത്ത് ഇങ്ങനെ ഭാരം തൂങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പുറത്തു തരട്ടെ അള്ളാഹു. ഇൻഷാ അല്ലാഹ് മീസാനിലേക്ക് ഭാരം തൂങ്ങുന്ന ഒരു 4-5 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മീസാനിൽ ഭാരമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കലിമത്ത്. ഞാനത് വിശദീകരിക്കണില്ല, കാരണം ഇതേ സൂറത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 45, 46, 47 എന്നീ ആയത്തുകൾ വിശദീകരിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ്. 47-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീതിപൂർണമായ തുലാസുകൾ ഞാൻ സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാണ്. ആ മീസാനിനെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും മീസാനിൻ്റെ 2-ലൊരു തട്ടിലേക്കുള്ളതാണ് എന്നും നന്മയുടെ ഭാഗത്തെ കനം തൂങ്ങുന്നവൻ മാത്രമാണ് വിജയിക്കുക എന്നും അല്ലാത്തവർ ആത്മനഷ്ടം സംഭവിച്ചവരും ചൂടേറിയ നരകത്തിൽ പ്രവേശിക്കുന്നവരുമായിരിക്കും എന്ന കാര്യം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മീസാനിലേക്കുള്ളതാണ് എല്ലാ കർമ്മങ്ങളെങ്കിലും
മീസാനിൽ നന്മയുടെ ഭാഗത്ത് ഏറ്റവും അധികം കനം തൂങ്ങുന്ന ചില കാര്യങ്ങളാണ് ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്താണ്. ഒരു മനുഷ്യനെ മാലോകരുടെ മുന്നിലേക്ക് ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി അവൻ ചെയ്ത തിന്മകളുടെ 99 കെട്ട് ഫയൽ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊക്കെ നീ ചെയ്തു തന്നെയാണ് എന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് നിനക്ക് ഒഴിവ് കഴിവ് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൻ ബോധ്യപ്പെട്ട് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലയുടെ കാർഡ് പുറത്തെടുക്കുകയാണ്. ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന അവന് മുന്നിൽ മീസാനിൻ്റെ ഒരു തട്ടിൽ അവൻ ചെയ്ത തിന്മകളുടെ 99 കെട്ട് ഫയലും മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലയുടെ കാർഡും വെച്ച് കൊടുക്കുമ്പോൾ ഫതാഷത്തി സിജില്ലാത്ത് 99 കെട്ടും പാറിപ്പോകും. വസഖുലതു ബിതാഖതു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലയുടെ കാർഡ് ഇങ്ങടെ കനം തൂങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തോളം നിങ്ങൾക്ക് മീസാനിൽ ഭാരമുണ്ടാക്കുന്ന ഒന്നുമില്ല. സുഹൃത്തുക്കളെ, ആ ബോധത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ധാരാളമായി ചൊല്ലാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മീസാനിലേക്ക് ഭാരമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന കലിമത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നാവിന് പറയാൻ വളരെ വളരെ എളുപ്പമുള്ള, മീസാനിൽ വലിയ വലിയ ഭാരമുണ്ടാക്കുന്ന, പരമകാരുണികനിലേക്ക് ഏറ്റവും അടുപ്പം ഇഷ്ടം ലഭിക്കുന്ന 2 കലിമത്തുകളാണ് സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാ എന്നത് വലിയ ഭാരമുണ്ടാക്കുമെന്ന് പഠിപ്പിച്ചതോടൊപ്പം അൽഹംദുലില്ലാ എന്നത് തംലഉൽ മീസാൻ, മീസാനിനെ എങ്ങനെ നിറക്കും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മീസാൻ ഇങ്ങനെ നിറച്ച് കളയും. അൽഹംദുലില്ലാ എന്നത് അഫ്ളലു ദിക്റാണ്, അഫ്ളലു ദുആ ആണ്. അഫ്ളലു ദുആ അൽഹംദുലില്ലാ. നോക്കൂ നിങ്ങൾ, ജുവൈരി റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്ന് ദിക്ർ ചൊല്ലുന്നത് കണ്ട് പ്രവാചകൻ ഒന്നും പറയാതെ അവിടുന്ന് പോയി കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അതേ ഇരുത്തം ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താപ്പത്? റസൂലെ, ഞാൻ ദിക്ർ ചൊല്ലുകയാണ്. നിങ്ങൾ പോകുമ്പോൾ കണ്ടില്ലേ, അപ്പം ഇരുന്ന ഇരുത്താണ്, ദിക്റിലാണ് ഞാൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുവൈരിയ, നീ ഇതുവരെ ചൊല്ലിയ മുഴുവൻ ദിക്റുകളും മീസാനിൻ്റെ ഒരു തട്ടിലും ഞാൻ വെറും 3 തവണ ചൊല്ലിയ മറ്റൊരു ദിക്ർ മീസാനിൻ്റെ മറുതട്ടിലും വെച്ചാൽ ഞാൻ ചൊല്ലിയ ദിക്റുകൾ വെച്ച തട്ടിന് കനം തൂങ്ങും ജുവൈരിയ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അറിയാത്തവരായി ആരുമില്ല നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് രാവിലെ പ്രഭാത കീർത്തനത്തിൽ അത് ചൊല്ലിയവരാണോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. മീസാനിലേക്കുള്ള ദിക്റുകൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. സുഹൃത്തുക്കളെ, മീസാനിലേക്ക് ഭാരമുണ്ടാക്കുന്ന മറ്റൊന്ന് അധികം എണ്ണമുണ്ടാകണമെന്ന് റസൂലുള്ള ആശീർവദിച്ച കാര്യമാണ് അസ്തഗ്ഫിറുല്ലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നവരാരോ അവർക്ക് എൻ്റെ പ്രത്യേക ആശംസകളുണ്ട്. മീസാനിൽ നന്മയുടെ രേഖയിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഏറ്റവും അധികം ഉള്ളവരാരോ അവർക്ക് എൻ്റെ ആശംസകളുണ്ട്, ആശീർവാദങ്ങളുണ്ട്. അവർക്ക് സ്വർഗത്തിൽ തൂബ എന്ന് പറയുന്ന മരച്ചുവട്ടിലെത്താൻ തൗഫീഖുണ്ട്. അള്ളാഹു നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം ഏതാ? അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോഴാണ്. ബഅദസ്സലാത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ ചൊല്ലിയത് വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റു പറ്റിപ്പോയ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണമെന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ഉചിതമായ സമയം അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയമാണ്. ഖുർആൻ പഠിപ്പിച്ചതാ. 51-ാം അധ്യായം സൂറത്തുൽ ദാരിയാത്ത് 18-ാം വചനം. സ്വർഗത്തിൽ പോകുന്ന ആളുകൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം പറഞ്ഞപ്പോഴാ അല്ലാഹ് പറഞ്ഞത് വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ അത്താഴ സമയങ്ങളിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുമായിരുന്നു. അത്താഴത്തിന് എഴുന്നേറ്റാൽ അവർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലും. രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന തഹജ്ജുദിന്റെ സമയം
ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ചോദിച്ചത് ചോദിച്ചവന് ഞാൻ നൽകാം. ആരുണ്ട് എന്നോട് പശ്ചാത്തപിക്കാൻ? പശ്ചാത്തപിക്കുന്നവന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ? പൊറുക്കലിനെ തേടുന്നവന്റെ പാപം ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹു പറയുന്ന സമയമാണ് രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന അത്താഴത്തിന് സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം. അസ്തഗ്ഫിറുല്ലാ എന്ന വാചകം ആ സമയത്ത് ധാരാളമായി അധികരിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ ഷൈഇൻ അസ്കലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്. സൽ സ്വഭാവത്തോളം മീസാനിൽ ഭാരമുണ്ടാക്കുന്ന മറ്റൊരു കാര്യവുമില്ല. അപ്പൊ ദിക്റുകൾ നേരത്തെ പറഞ്ഞു. ഇനി സ്വഭാവത്തിൽ സൽ സ്വഭാവിയാകാൻ സാധിച്ചാൽ അത് മീസാനിൽ വലിയ ഉള്ളവനായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പകല് മുഴുവൻ നോമ്പ് നോറ്റ, രാത്രി മുഴുവൻ നമസ്കരിച്ചവന്റെ ദറജയാണ് സൽസ്വഭാവിക്ക് കിട്ടുക. അള്ളാഹു നൽകട്ടെ. സുഹൃത്തുക്കളെ, ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, മീസാനിൽ വലിയ ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മയ്യിത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കുക. മയ്യിത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കുന്നവർക്ക് ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നും, അവൻ ഖബർ അടക്കി പൂർത്തിയാകുന്നത് വരെ നിൽക്കുന്നുവെങ്കിൽ അവന് ഖിറാത്താൻ 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നും, ഒരു ഖിറാത്ത് ഉഹദ് മലയോളം വലുപ്പമാണ് എന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുസ്നദിലെ 20256 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം, ലഹുവ അസ്കലു ഫി മീസാനിഹി മിൻ ഉഹദ്. ഉഹുദ് മലയുടെ ഭാരം മീസാനിൽ അതിനുണ്ടാവുകയും ചെയ്യും. ഉഹുദ് മലയുടെ അത്ര വലുപ്പത്തിൽ കൂലി കിട്ടുക മാത്രമല്ല, അത്തരം സൽക്കർമ്മങ്ങളിൽ മുഴുകിയവർക്ക് ഉഹുദ് മലയുടെ ഭാരം മീസാനിൽ ആ അമൽ ഉണ്ടാക്കി തരുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് മീസാനിനു വേണ്ടി നന്നായി അമലുകൾ ചെയ്യുക. ഈ 3 ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.